ഈ ഒരു റിസോർട്ടിൻ്റെ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അത് കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആ വീഡിയോ കണ്ട ശേഷം ഇത് കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് സ്ട്രക്ചറും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ 2 കാറ്റഗറി റൂംസാണ്. ഒന്ന് നോർമൽ ടൈപ്പ് റൂമും അതേപോലെ തന്നെ ഒന്ന് പ്രീമിയം കാറ്റഗറിയിലും വരുന്നുണ്ട്. നമുക്ക് നേരെ അതൊന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു വരാന്തയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൗണ്ടൻ വ്യൂസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഓരോ റൂമിൻ്റെയും ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും ഈ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചിരിക്കാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ റൂമിനും അതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റും പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു മൗണ്ടൻ വ്യൂസും കാര്യങ്ങളും നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 16 പേർക്ക് വരെ അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റീസ് അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും അവർ ഈ ഒരു റെസ്റ്റോറൻറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് ഗ്ലാസ് വിൻഡോ ആണ്. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഡിലക്സ് AC റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. നല്ല സ്പേസ് ഉള്ള റൂമാണ്. അതിന് പുറമേ തന്നെ റൂമിൽ എല്ലാവിധ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. ബെഡ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ട് ചെയ്തതും കാണാൻ പറ്റും. ബെഡിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് ചാർജിങ് പോയിൻറ്റും മിനി ടേബിളും കൊടുത്തത് കാണാം. റൂമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടേബിളിൻ്റെ താഴെയായിട്ട് ബേസ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം. അതേപോലെ നിങ്ങൾക്ക് TV, ഫാൻ, AC തുടങ്ങിയ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഷെൽഫും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂമിലെ ഫർണിച്ചേഴ്സും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്താണ്. കംപ്ലീറ്റ് നീറ്റാണ്. വളരെ ഡസ്റ്റ് ഫ്രീ ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടോയ്ലറ്ററീസ് ആണെങ്കിലും എല്ലാവിധ ഫെസിലിറ്റീസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രീമിയം കാറ്റഗറിയിലുള്ള റൂമാണ്. എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. വളരെ ലാർജ് സ്പേസ് ഉള്ളൊരു റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ചെറിയ ടേബിളും ചെയറും അതേപോലെ തന്നെ വേസ്റ്റ് ഇടാനായി ആവശ്യമായിട്ടുള്ള വേസ്റ്റ് ബിൻ തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ തന്നെ ബെഡ് നോക്കുവാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ടും വളരെ നീറ്റായിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് മിനി ടേബിളും ചാർജിങ് പോയിൻറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധനങ്ങളോ ലഗേജോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റൂമിൽ ACയും അതേപോലെ തന്നെ ഫാനും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അതിന് പുറമെ ബെഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് നോക്കുവാണെങ്കിൽ നല്ലൊരു TVയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സൈഡും കംപ്ലീറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള മലകളുടെ കാഴ്ചയും ഈ ഫോഗൊക്കെ വന്നു പോകുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ബാൽക്കണിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും. താഴെ പുഴയുടെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് കുറേ നേരം നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റും. ആദ്യം കണ്ടിരിക്കുന്ന ബാത്റൂമിൽ കൊടുത്തിരിക്കുന്ന അതേ ഫെസിലിറ്റീസ് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഹീറ്റർ ആണെങ്കിലും അതേപോലെ തന്നെ വാഷ് സ്പേസ്, മിറർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിസോർട്ടിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകാത്തതായിരുന്നെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റീവാച്ച് ചെയ്യുക. 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 2 വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഫാമിലി ആയിട്ടും അതേപോലെ തന്നെ കപ്പിൾസായിട്ടും ഒക്കെ ഇവിടെ ബുക്ക് ചെയ്യാം. പിന്നെ ബാച്ചിലേഴ്സിനും ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ബുക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അയച്ചു തരണം. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നല്ല നല്ല റിസോർട്ടുകൾ നമ്മൾ നേരിട്ട് കാണുകയും അവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്ത ശേഷം ആ റിസോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ റിവ്യൂ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല റിസോർട്ടുകളായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.